കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട ചൊല്ലുകയാണ് നാട്. 10:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവില്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഐവർ മഠം ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. ശ്രീനന്ദയുടെ മരണം അപകടത്തിൽപ്പെട്ടാകാമെന്ന് വല്യച്ഛൻ ശശികുമാർ പറഞ്ഞു. കുട്ടി ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് തടഞ്ഞിരുന്നു. ഇവിടെ നിന്നും വീണാകാം അപകടം സംഭവിച്ചതെന്നും മറ്റു ദുരൂഹതകൾ ഇല്ലെന്നാണ് ഇപ്പോൾ കരുതുന്നതെന്നും ശശികുമാർ ന്യൂസ് 18 പറഞ്ഞു. അവസാനമായി അത് തന്നെ 5:20 ആണ് ഞാൻ ആ ലൊക്കേഷനിൽ പാസ് ചെയ്യുന്നത്. താഴെ ഈ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്, വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ലൊക്കേഷനിലെ വ്യൂ പോയിന്റിൽ ഈ കുട്ടി ആ ബാരിക്കേഷന് പുറത്തിറങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചകത്ത് കയറ്റി. പിന്നെ അതിനുശേഷം ഈ കുട്ടി അവിടെ മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, ഇത് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ താഴെ മുകളിൽ വന്നപ്പോൾ ഈ കുട്ടിയെ കണ്ടില്ല. അപ്പോൾ ഇവരുടെ കൂടെ പോയി കാണണമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഇല്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞാൽ അവൾ മുമ്പേ പോയെന്ന് പറഞ്ഞതിൽ. പക്ഷേ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, പക്ഷേ കണ്ടില്ല. മറ്റുള്ളവർ കയറിയപ്പോഴോ അല്ലേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് കിട്ടിയ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഒരു പക്ഷേ കുട്ടി വീണ്ടും അവിടെ പോയിരിക്കും. കാരണം കുട്ടി അവിടെ നിന്ന് ഡെപ്ത് നോക്കുമായിരുന്നു, അവിടെ എത്തി വരേണ്ട ഡെപ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് വഴക്ക് പറഞ്ഞ് കുട്ടി കയറ്റിയത്. അവിടെ 2-3 തവണ പിന്നെ പരിശോധന നടത്തി. പക്ഷെ അത്രയും താഴത്തേക്ക് ആഴത്തിലുള്ള പരിശോധന നടന്നില്ലായിരുന്നു. ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്കമംഗളൂരുവിൽ ശ്രീനന്ദയും കുടുംബവും എത്തിയ ഭാഗം. അപായ സാധ്യത മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ശ്രീനന്ദയുടെ മരണത്തിൽ കർണാടക പോലീസ് അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് CV അനുമോദും KV ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഇന്നലെ ഈ സംഭവം നടന്നു തൊട്ടു പിന്നാലെ കുടുംബം പല ദുരൂഹതകളും ഉന്നയിച്ചിരുന്നു, പല സംശയങ്ങളും ഉന്നയിച്ചിരുന്നു. അതായത് ശ്രീനന്ദയുടെ മരണം ഒരു കൊലപാതകമാകാം, ലഹരി മാഫിയയ്ക്ക് അതിൽ പങ്കുണ്ടാകാം എന്ന് തുടങ്ങിയ ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് മറ്റ് ദുരൂഹതകളില്ല, കൊലപാതക സാധ്യത തള്ളുന്നു, സ്വാഭാവികമായ അപകടമാകാം എന്നാണ് വല്യച്ഛൻ ന്യൂസ് 18 പറഞ്ഞത്. അതായത് ഇതിൽ ദുരൂഹതയില്ലെന്ന് കുടുംബം ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാൽവഴുതി വീണ അപകടത്തിൽപ്പെട്ടതാണോ ഇത്? ആ സമയം മറ്റാരും ശ്രീനന്ദയുടെ അടുത്തുണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചതെന്നാണ് കുടുംബം ഉറച്ച് വിശ്വസിക്കുന്നത്? ടോം, ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ ഒരു ആശങ്കയായിരുന്നു എല്ലാവരും പങ്കുവച്ചിരുന്നത്. നേരത്തെ ടോം പറഞ്ഞതുപോലെ ലഹരി മാഫിയയുടെ പങ്ക്, മറ്റാരുടെയെങ്കിലും ഈ കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വന്നപ്പോൾ ഇത് അത്തരത്തിൽ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് വന്നിരിക്കുന്നത്. അപകടമരണം എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കുട്ടിയുടെ തലയിലേറ്റ ആഴത്തിലുള്ള മുറിവ്, പിന്നെ അതേപോലെ ശരീരത്തിലെ പല എല്ലുകളും പൊട്ടിയിരുന്നു. വസ്ത്രം കീറി പറഞ്ഞത് ഈ മരച്ചില്ലകളിലും ഒക്കെ തട്ടിയാകാം, പാറയിലൂടെ വീണതിൻ്റെ ബാക്കിയാകാം, ശരീരത്തിലെ മുറിവുകൾ, എല്ലിൻ്റെ പൊട്ടൽ എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇക്കാര്യത്തിൽ അത് തന്നെയാകാം മരണം കാരണം എന്ന തരത്തിലേക്ക് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ശശിധരൻ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇതൊരു മുൻപ് ഉന്നയിച്ച ആക്ഷേപങ്ങളല്ല, യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഈ കുട്ടി അപകടം സാധ്യതയുള്ള ഒരു മേഖലയിൽ നിൽക്കുന്നത് ഇയാൾ കണ്ടിരുന്നുവെന്നും കുട്ടിയെ അവിടുന്ന് മാറാൻ പറഞ്ഞ് മാറ്റിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് താഴെ പോയി വന്നപ്പോഴാണ് അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒന്നുകിൽ ഈ കുട്ടി അവിടെ നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ അവരുടെ കൂടെ പോകാതെ ആ കാഴ്ച കണ്ട് നിൽക്കുന്നതിൻ്റെ കാല് തെറ്റി താഴെ വീണതാകാം എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പക്ഷേ നമ്മളത് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള പൂർണ്ണ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ വന്നേക്കും. അപ്പോൾ മാത്രമേ ഇതിലൊരു കൃത്യമായ വ്യക്തത, എപ്പോഴാണ് മരണം സംഭവിച്ചത്, എങ്ങനെയെല്ലാം മുറിവുകളുണ്ടായി, എന്തെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവർ ഉപദ്രവിച്ചതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പൂർണ്ണമായ ഫലം വരേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായിട്ട് ഇതൊരു അപകട മരണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.
അപകടത്തെ തുടർന്ന് ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതിനെ തുടർന്നുണ്ടായ മുറിവുകളും ഒടിവുകളും ആഴത്തിലുള്ള പരിക്കുകളും ഒക്കെയാണ് നിലവിലെ സാഹചര്യത്തിൽ ശ്രീനന്ദയ്ക്ക് ഏറ്റത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കുടുംബവും അത് അംഗീകരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പോലീസിന് അന്വേഷണം നടക്കട്ടെ, വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ നിലപാട്. ഇന്ന് രാവിലെയാണ് 10:30യോടെയാണ് ശ്രീനന്ദൻ്റെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. നമ്മൾ അവിടെ വരുന്ന സമയം മുതൽ അവിടേക്ക് വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ശ്രീനന്ദനൊപ്പം പഠിച്ചവരും സുഹൃത്തുക്കളും നാട്ടുകാരും ഇത് കേട്ടറിഞ്ഞവരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ജനാവലി ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകാനായിട്ട് അവിടെ എത്തിയിരുന്നു. 2 മണിക്കൂറോളം സമയം വീട്ടിൽ പൊതുദർശനം ഉണ്ടായി. മൃതദേഹം പുറത്ത് കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് പെട്ടി തുറക്കാത്ത നിലയിലായിരുന്നു. പെട്ടി തുറന്നിരുന്നില്ല. തുടർന്ന് 12:30യോടെ ഈ അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം യാത്രാമൊഴി എല്ലാവരും നൽകിയതിന് ശേഷം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് കേട്ടോ. യെസ്, അനുമോദ് തുടരുക. KV ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, ഈ മരണകാരണം തലയുടെ വലത് ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്, അസ്ഥികൾ പൊട്ടിയിട്ടുണ്ട്, പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് മറ്റു ദുരൂഹതകളൊന്നും ഉള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. ഒരുപക്ഷെ മുകളിൽ നിന്നും ഒരു കാൽ വഴുതി വീണോ മറ്റു അപകടം സംഭവിച്ചോ താഴേക്ക് വീണതാണ് എന്നാണോ പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോമെ, ഈ മാണിക്കാരയിൽ നിന്നും അല്പസമയം മുമ്പാണ് നമ്മളിപ്പോൾ ചിക്മംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ശ്രീനന്ദിയും കുടുംബവും സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം നമ്മൾ സഞ്ചരിച്ചു. നേരത്തെ ഉയർന്നു വന്ന ആരോപണമുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ച വിവരമൊക്കെ അടിസ്ഥാനത്തിൽ അനുമോദ് പറഞ്ഞിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൽ 2 സാധ്യതകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സാധ്യത കുടുംബം നേരത്തെ പറഞ്ഞതാണ്. അത് ആരെങ്കിലും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതാകാമെന്ന്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് തള്ളുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ ഒരു മരണകാരണം. അതായത് 1500 അടി താഴ്ചയിലുള്ള കൊക്കയിലേക്കാണ് ശ്രീനന്ദ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ അവസാനമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതായത് 40ഓളം പേർ അടങ്ങുന്ന സംഘം അവിടെ നിന്നും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. പിന്നീട് ഒരു 500 മീറ്റർ മാത്രമാണ് ഇവരുടെ വാഹനം പാർക്ക് ചെയ്തിടത്തേക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ളൂ. അങ്ങനെ ഇവരെല്ലാം അവിടെ പോകുമ്പോൾ ഒരു 5-10 മിനിറ്റിനിടയിലാണ് ശ്രീനന്ദ ഇവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നിവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ അനുമോദ് സൂചിപ്പിച്ചത് തന്നെയാണ് കാര്യം. കാൽ വഴുതി ഈ കൊക്കയിലേക്ക്, വലിയ കൊക്കയിലേക്ക് വീണിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത പോലീസ് പറയുന്നത്, അത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അതിന്റെ ആധികാരികത മനസ്സിലാകൂ. ഏതെങ്കിലും തരത്തിൽ ശ്രീനന്ദ ജീവനൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ 2 വശമാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതിൽ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ലഭിക്കും. അതിൽ ഏതെങ്കിലും അതിക്രമം ശ്രീനന്ദ നേരിട്ടിട്ടുണ്ടോ അതാണ് ഏറ്റവും നിർണായകമാവുക. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ഒരു നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്താനാണ് സാധ്യത. ഇനി മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നത് കേരള പോലീസ് കൂടി അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും കടക്കുക. ഏതായാലും ഈ വഴികളിലെല്ലാം, ഇവർ പോയ വഴികളിലെല്ലാം നമ്മൾ സഞ്ചരിച്ചു. ആ വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ്, അവരുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലം, ഡോഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണം, അങ്ങനെ പോലീസ് താഴെ മണം പിടിച്ചെത്തിയ ആ കട, അവിടെയെല്ലാം നമ്മൾ സഞ്ചരിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത് അങ്ങനെ ഒരു 5:30 സമയത്തൊന്നും ഇത്തരത്തിലൊരു അതിക്രമം നടക്കാൻ ഇവിടെ ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം ആ വ്യൂ പോയിന്റിൽ ഒരുപാട് ആളുകൾ, ഇത്തരത്തിൽ മലയാളികൾ ഉണ്ട്, അതോടൊപ്പം പല സംസ്ഥാനങ്ങളിൽ വന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ആളുകളുടെ ഒഴുക്ക് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വൈകിട്ട് ഈ ഒരു 5:30 എന്ന് പറയുന്ന സമയമൊക്കെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ കുട്ടിയെ ബലമായി കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യുക, അതിക്രമം ചെയ്യുക, അതിന് ഒരു സാധ്യതയും ആ സ്ഥലത്ത് കാണുന്നില്ല. ഇതിൽ പ്രധാനമായും ഇവരുടെ കൂട്ടം തെറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുഴിയിലേക്ക് പതിച്ചതാകാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി സ്വയം ഈ കുഴി ഇത്തരത്തിൽ ജീവനൊടുക്കിയതാകാം. അങ്ങനെ ഈ 2 സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ഇതിൽ കല്ലിലോ മറ്റോ തട്ടി താഴെ വീഴാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ അന്വേഷണം. അങ്ങനെയാണ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും
വലിയ തോതിൽ ഈ ഒരു സംഭവം വലിയ സങ്കട വാർത്തയായിരുന്നു. ഇന്നലെ രാവിലെയാണ് നമ്മൾ ഈ ചിക്മംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത്. ആ പുറപ്പെടുന്ന വഴിയിൽ തന്നെ ഉച്ചയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ലഭിക്കുന്നു. പിന്നീട് നമ്മൾ ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇവരുടെ കുടുംബത്തെ കാണാം, ഈ പ്രശ്നത്തിൽ വിഷയത്തിൽ ഇടപെടാം, ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടാം എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം ഈ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്നലെ വളരെ വേഗത്തിൽ തന്നെ 7 മണിക്ക് ആരംഭിച്ച പോസ്റ്റ്മോർട്ടം ഒരു 11 മണിയോടുകൂടി തന്നെ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് ഇന്നലെ തന്നെ രാത്രി വിട്ടു നൽകി. അങ്ങനെയാണ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് ഇന്ന് രാവിലെ തന്നെ പാലക്കാടേക്ക് മൃതദേഹം എത്തിക്കാൻ സാധിച്ചത്. എന്തായാലും അത് ആരോഗ്യമന്ത്രി, അതോടൊപ്പം ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഇവരുടെ ഇടപെടൽ ഇതിലുണ്ടായിരുന്നു. കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വലിയ തോതിലുള്ള ഒരു സംഘം ഇതിന് രൂപീകരിക്കുകയും വ്യാപകമായ തെരച്ചിൽ നടത്തുകയും അങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും തുടക്കത്തിൽ ബന്ധുക്കൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞെങ്കിലും നിലവിൽ ആ സംശയത്തിലേക്ക് ഇല്ല, കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ആ വഴികളെല്ലാം നമ്മൾ സഞ്ചരിച്ചതിൽ നിന്നും നമുക്ക് അസ്വാഭാവികമായി അതിൽ നിന്നും കണ്ടെത്താൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.